ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക പരിശുദ്ധാത്മാവാകുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന്. ജീവിതത്തിൻ്റെ ശൂന്യതയിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നിറയ്ക്കുവാൻ ഈശോ വാഗ്ദാനം ചെയ്തതാണ് പരിശുദ്ധാത്മാവിനെ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാ. ഈ വചനം കേൾക്കുമ്പോൾ മുതൽ അവസാനം വരെ എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് തൊടണമേ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്പർശനമുണ്ടാവും. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ആത്മാവിനെ ചേർത്ത് വിളിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിലെ സ്നേഹത്തിൽ നിന്ന ആവശ്യത്തോടെ ഞാൻ അവനെ വിളിക്കുക. അവൻ എൻ്റെ കൂടെ വരണം എന്നുള്ളൊരു ബോധ്യത്തോടെ എന്നോട് ചേർന്നിരിക്കും, ഞാൻ വിളിക്കുമ്പോൾ അടുത്തു വരും എന്നുള്ള ബോധ്യത്തോടെ എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ എന്നെയും തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. പ്രാർത്ഥിക്കാൻ നിന്നെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ, നിൻ്റെ നിരാശയെ മാറ്റിക്കളയുന്നതും പരിശുദ്ധാത്മാവ, നിൻ്റെ ജീവിതത്തെ പുതിയതാക്കി മാറ്റുന്നതും പരിശുദ്ധാത്മാവ. സക്കറിയായുടെ പുസ്തകം 10-ാം അധ്യായം 1-ാമത്തെ വചനം. വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവേൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണ്ണമാക്കുന്നതും കർത്താവാണ്. വീണ്ടും നാം കാണുന്നുണ്ട് സങ്കീർത്തനത്തിൽ, കർത്താവെ അങ്ങ് ധാരാളമായി മഴ പെയ്യിച്ചു, അങ്ങനെ വാടിത്തളർന്നിരുന്ന അങ്ങയുടെ അജഗണത്തെ അങ്ങ് പൂർവ്വസ്ഥിതിയിലാക്കിയെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാകുന്ന മഴ അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വാടിത്തളർന്നിരിക്കുന്നത്, കരിഞ്ഞുപോയി തീർന്നു പോയിരിക്കുന്നതൊക്കെ പുതിയതായി മുളച്ചു വരുവാൻ ഈ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് വേണം. പരിശുദ്ധാത്മാവെ അവിടുത്തെ സ്നേഹത്തിൻ്റെ മഴ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഈശോയുടെ വാഗ്ദാനമല്ലേ പരിശുദ്ധാത്മാവ്? അവൻ്റെ കൂടെ നടക്കാൻ നിന്നെ സഹായിക്കുന്നതും ഈ പരിശുദ്ധാത്മാവാ. ഈ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. മനസ്സുകൊണ്ട് ചിന്തിക്കാത്തത്, കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തും. അവനിങ്ങനെ ഹൃദയത്തിലിരുന്ന് സംസാരിക്കും. അവന് വേണ്ടി ഹൃദയവാതിലുകൾ ഒന്ന് തുറന്നു കൊടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന വലിയൊരു കൃപയുണ്ട്, പ്രാർത്ഥനയുടെ ചൈതന്യം. സക്കറിയായുടെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വചനം. ഞാൻ ദാവീദിൻ്റെ ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, മെയിനായിട്ടും 4 കാര്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 35-ന് ശേഷമുള്ള വചനങ്ങളിൽ പുതിയ വീഞ്ഞിനെക്കുറിച്ചും തോൽക്കുടത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ വെക്കണം, പഴയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ വെക്കണം, അല്ലെങ്കിൽ തോൽക്കുടം പൊട്ടിപ്പോകും. ഈശോ പറഞ്ഞ ഒരു ഉപമയാണ്. ഇതിന് ഒരു പശ്ചാത്തലമുണ്ട്. എല്ലാ സമയത്തും കർഷകൻ പോയി മുന്തിരി പിഴിഞ്ഞിട്ട് വീഞ്ഞെടുക്കും. വീഞ്ഞ് ഉണ്ടായിക്കഴിയുമ്പോൾ ഓടിപ്പോയി മൃഗങ്ങളെ കൊന്ന് അപ്പോൾ തന്നെ തോൽക്കുടം ഒരിക്കലും കർഷകൻ ഉണ്ടാക്കുന്നില്ല. ഓരോ പ്രാവശ്യവും വീഞ്ഞ് ശേഖരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം മൃഗങ്ങളെ കൊന്ന് തോൽക്കുടം നിർമ്മിക്കുക എന്നത് അസാധ്യമാണ്. അപ്പോൾ കർഷകൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഈ തോൽക്കുടത്തിനെ അദ്ദേഹം പുതിയതാക്കി മാറ്റും, പുതിയ തോൽക്കുടമാക്കി മാറ്റും. അതിന് അദ്ദേഹം ചെയ്യുകയാണ്, വീഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു തോൽക്കുടം നാം കാണുകയാണെങ്കിൽ നല്ല ഷെയ്പ്പൊറ്റത് വടിവുറ്റതായ നല്ല ഒരു തോൽക്കുടം. എപ്പോഴൊക്കെ വീഞ്ഞെടുക്കുന്നു അതിൽ നിന്ന് വീഞ്ഞ് തീരും തോറും ആ തോൽക്കുടം ഇങ്ങനെ ഷേപ്പ് മാറിയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചുക്കി ചുളഞ്ഞ് വെറും തോൽക്കുടമല്ലാത്ത അതിൻ്റെ ഷേപ്പ് പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആ തോൽക്കുടം പോവുകയാണ്. അപ്പോൾ അത് എവിടെയെങ്കിലും തട്ടിയാൽ പൊട്ടിപ്പോകുന്നൊരവസ്ഥ, നല്ല ബ്രിട്ടിലായിട്ടുള്ള അവസ്ഥയിലാണ് ഈ തോൽക്കുടം നിൽക്കുക. കർഷകൻ ഈ തോൽക്കുടത്തിനെ വളരെ ശ്രദ്ധയോടെ കൈകളിലെടുത്തിട്ട് അദ്ദേഹം ചെയ്യും 4 കാര്യങ്ങൾ. ഫസ്റ്റ് അദ്ദേഹം കൊണ്ടുപോയി ഈ തോൽക്കുടത്തിനെ
ജലത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. ജലത്തിൽ കിടക്കുമ്പോൾ ജലം ഇങ്ങനെ ഊറ്റി ഊറ്റി എടുത്തിട്ട് ഈ തോൽക്കുടം നന്നായി അങ്ങോട്ട് കുതിർന്നു കഴിയുമ്പം കർഷകൻ തന്നെ സ്വന്തം കൈകൾ കൊണ്ട് ഈ തോൽക്കുടത്തിനെ വലിച്ചു നീട്ടും. വലിച്ചു നീട്ടി അതിനെ കൈകൾ കൊണ്ട് തന്നെ പുതിയൊരു രൂപമാക്കി നല്ല ഷേപ്പുള്ള തോൽക്കുടമാക്കി അദ്ദേഹം മാറ്റും. വെള്ളത്തിൽ നിന്ന് ഷേപ്പ് കിട്ടിയ ഈ തോൽക്കുടത്തിനെ അദ്ദേഹം എടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ കീഴിലേക്ക് വയ്ക്കുകയാണ്. സൂര്യപ്രകാശത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ സൂര്യൻ്റെ ചൂടേറ്റ് കഴിയുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലവും അംശങ്ങളും അതിനെന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല ഉണങ്ങിയ നല്ല രൂപമൊത്ത ഒരു തോൽക്കുടത്തെ കർഷകന് കിട്ടും. കർഷകൻ ഈ തോൽക്കുടത്തിനെ വീണ്ടും എടുത്തിട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്യും. ഈ തോൽക്കുടത്തിൻ്റെ പുറത്തേക്ക് ഒലിവെണ്ണ അദ്ദേഹം പരട്ടും. നല്ല ഒലിവെണ്ണ പരട്ടി സ്മൂത്താക്കി മൃദുലമാക്കി പുതിയ തോൽക്കുടമായി അത് മാറുമ്പോഴാണ് അദ്ദേഹം പുതിയ വീഞ്ഞ് ആ തോൽക്കുടത്തിലേക്ക് ഒഴിച്ചു വെക്കുക. പ്രിയപ്പെട്ടവർ, ഇത് ചരിത്ര പശ്ചാത്തലമാണ്. ഈ ഒരു പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹനങ്ങൾ ഒക്കെയായി എൻ്റെ ജീവിതം ദൈവത്തോട് മാറി മാറി സഞ്ചരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഞാൻ ഷേപ്പ് തീർന്ന തോൽക്കുടമായി മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ഓർഡർ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറുകയാണ്. എന്ത് ചെയ്താലും ഒന്നും ശരിയാകാത്തൊരവസ്ഥ, ശൂന്യമാകുന്ന കൈകൾ, അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക്, നിരാശയിലേക്ക്, പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ പഴയ വ്യക്തിത്വം മാറിപ്പോയിരിക്കുകയാണ്. ചില യൂത്തിനെക്കുറിച്ച് അമ്മമാർ പറയും, എൻ്റെ പഴയ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, ഇവനിപ്പോൾ പുതിയ ഒരു വ്യക്തിയാണ്, പ്രാർത്ഥിക്കില്ല, സംസാരിക്കില്ല, എപ്പോഴും ദേഷ്യം, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതെ, അമ്മമാർക്ക് സ്വന്തം മനസ്സിൽ കൊച്ചിനെക്കുറിച്ചൊരു ഭാവനയുണ്ടായിരുന്നു, ഒരു ആഗ്രഹമുണ്ടായിരുന്നു, കുഞ്ഞ് എങ്ങനെ വളർന്നു വരണമെന്ന്. പക്ഷേ വളർന്ന വഴികളിൽ എവിടെയൊക്കെയോ അവൻ്റെ പഴയ ആ ദൈവിക ചൈതന്യമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് അവനിപ്പോൾ ഷേപ്പ് തീർന്നൊരു തോൽക്കുടമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മേഖലയുണ്ട്. നാം പലപ്പോഴും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു മേഖലയിൽ ഷേപ്പ് തീർന്നിരിക്കുന്ന ഞാൻ, എന്നെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ധ്യാനത്തിന് പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോട് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, ഒരു കൗൺസിലിങ്ങിന് നാം പോകുമ്പോഴായിരിക്കും നമ്മോട് പറയും, ഇന്ന വചനം ഈശോ സംസാരിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇന്ന ഒരു ഭാഗം നീ എടുത്ത് വായിക്കുക. അല്ലെങ്കിൽ ഒരു കുമ്പസാരമായിരിക്കും, കുമ്പസാരത്തോടെയായിരിക്കും വൈദികൻ നിന്നോടൊരു വചനം പറയുക. അപ്പോൾ നിൻ്റെ ജീവിതത്തെ ഈ വചനം കൊണ്ട് വെട്ടിയൊരുക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. വചനമാകുന്ന ജലത്തിലേക്ക് തമ്പുരാൻ നിന്നെ എടുത്തിടുകയാണ്, പുതിയൊരു രൂപം നിനക്ക് കിട്ടുവാൻ വേണ്ടി. അതെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കർഷകൻ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തിയായി ഈശോ തന്നെ പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി. ഷേപ്പ് നഷ്ടപ്പെട്ടു പോയ, ഓർഡറുകൾ നഷ്ടപ്പെട്ടു പോയ നിൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വചനം കൊണ്ട് വെട്ടി വെട്ടി ഒരുക്കി ഷേപ്പ് ഉള്ളതാക്കി മാറ്റുകയാണ് നിൻ്റെ ജീവിതത്തെ. വീണ്ടും എന്ത് ചെയ്യുകയാ? സൂര്യപ്രകാശത്തിൻ്റെ കീഴിൽ കർഷകൻ വയ്ക്കും ഈ തോൽക്കുടത്തിന് ഷേപ്പ് കിട്ടിക്കഴിയുമ്പം, നീ വചനം വായിച്ചു കഴിയുമ്പം നീ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രചോദിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദേവാലയത്തിലേക്ക് പോകണം, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കണമെന്ന്. നീതി സൂര്യനായ ഈശോയുടെ മുൻപിൽ നീ ഇരിക്കുമ്പം നിൻ്റെ ജീവിതത്തിൻ്റെ കേടുപാടുകളൊക്കെ മാറിയിട്ട് നീ പുതിയ വ്യക്തിയായി മാറുകയാണ്, പുതിയ ചൈതന്യം നിനക്ക് കിട്ടുകയാണ്. മൂന്നാമത് കർഷകൻ ചെയ്യുന്ന കാര്യമാണ് തോൽക്കുടത്തെ ഒലിവെണ്ണ കൊണ്ട് പരട്ടുക. ഒലിവെണ്ണ എന്ന് പറയുക പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ആത്മാവിൻ്റെ താങ്ങാനാവാത്തൊരഭിഷേകം തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ തരും. വചനം വായിച്ച് ജപമാല അർപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കുമ്പോൾ നീ പോലും അറിയാതെ തമ്പുരാൻ നിൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം തന്നു കഴിയുമ്പോൾ നിൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറുകയാണ്. ആ വ്യക്തിയെ കണ്ടിട്ട് നാം പറയും, എന്തോ ഒരു ആത്മീയ അഭിഷേകമാണ്, ഒന്ന് ക്ലാസ് കേൾക്കേണ്ടതാ, അവരുടെ അടുത്ത് 1 മിനിറ്റ് ഒന്ന് പോയാൽ മതി, പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇത് താങ്ങാനാവാത്ത ആത്മാവിൻ്റെ അഭിഷേകമാണ്. ഈ താങ്ങാനാവാത്ത ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുക ആ കർഷകൻ പുതിയ വീഞ്ഞ് തോൽക്കുടത്തിൽ ഒഴിക്കുന്ന അവസ്ഥയാണ്. ഈ പുതിയ വീഞ്ഞെന്ന് പറയുന്നത് ആത്മാവിൻ്റെ വരങ്ങൾ, ഫലങ്ങൾ, ദാനങ്ങളാണ്. ഈ ആത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും ഒക്കെ വചനം വായിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ സന്നിധിയിലിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തരും. അപ്പോൾ ഞാൻ ആത്മാവ് നിറഞ്ഞ വ്യക്തിയായി മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നടക്കുകയാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ജോയൽ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അന്ന്
എല്ലാ മക്കളുടെയും മേൽ, യുവതികളുടെ യുവാക്കന്മാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞതായി ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ആത്മാവിൻ്റെ പുതിയ ചൈതന്യം ഉണ്ടാവുകയാണ്. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാനൊക്കെ കാത്തിരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. എൻ്റെ ജീവിതത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകുമ്പം ഞാൻ പുതിയ ചൈതന്യമുള്ളവളായി മാറുവാൻ, പുതിയ ചൈതന്യമുള്ളവനായി മാറുവാൻ ഞാൻ ഓടിപ്പോകണം വചനത്തിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക്, പുതിയ അഭിഷേകത്തിലേക്ക്. അപ്പോൾ തമ്പുരാൻ പറയും, അപ്പോസ്തല പ്രവർത്തനം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ, അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്നതുപോലെ ഞാൻ പണിതുയർത്തുമെന്ന്. അതേ, കേടുപാടുകൾ തീർത്ത് പഴയ കാലത്തെന്നതുപോലെ അതിനെ പണിതുയർത്താൻ പറ്റുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവഴി സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ അനുഭവം വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ ആലയത്തിൻ്റെ മഹത്വമെന്ന് പറയുക പൂർവ്വകാലത്തതിനേക്കാൾ മഹോന്നതമായിരിക്കുമെന്ന്. പുതിയ ഒരു മഹത്വത്തിലേക്ക്, പുതിയൊരു വെളിച്ചത്തിലേക്ക് തമ്പുരാൻ നമ്മളെ നയിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ നിൻ്റെ ബിസിനസ് തകർന്നു കിടക്കുകയാണെങ്കിൽ നാളെ കഴിഞ്ഞ് നിൻ്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. അതിന് ആദ്യം നീ എന്ത് ചെയ്യണം? നിൻ്റെ ജീവിതത്തിൻ്റെ കേടുപാടുകളെ ഒന്ന് പോക്കണം. ഷേപ്പ് പോയതൊക്കെ ഷേപ്പുള്ളതാക്കി മാറ്റണം. കൊച്ചു കൊച്ചു കാര്യങ്ങളെ നീ ഒന്ന് മാറ്റിവെക്കണം. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു വലിയ കാര്യമുണ്ട്. മനസ്സ് നിറയെ ദൈവസ്നേഹം, പശ്ചാത്താപത്തിൻ്റെ അനുഭവം. സെൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പറയും, ഈശോയെ നീ എന്നെ ഒന്ന് നോക്കണം, ഞാനൊന്ന് പൊട്ടിക്കരയട്ടെ എന്ന്. അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ദിവ്യകാരുണ്യനാഥനോട് പറയും, ഈശോയെ നീ എന്നെ ഒന്ന് നോക്കണം, ഞാനൊന്ന് പൊട്ടിക്കരയട്ടെ എന്ന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരിയായി ഒഴുകിയിരുന്നുവെന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. ഇന്ന് നമ്മളൊക്കെ ഈശോയുടെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ അറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരൊഴുകുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകമാണ്. ഈ ഒരു അഭിഷേകം ആത്മാവ് നമുക്കൊക്കെ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടെ ഇരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, പുതിയ ചൈതന്യം പകരുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഒപ്പം പരിശുദ്ധാത്മാവ് തീ കൊളുത്തുന്ന ഒരു അഗ്നിയാണ്. നമ്മളൊക്കെ ദുശീലങ്ങൾ മാറാൻ, കുറവുകൾ മാറാൻ എന്തുമാത്രം ആഗ്രഹിക്കും. അടിക്കടി കുമ്പസാരിക്കും, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ചോദിക്കും, പല പ്രാർത്ഥനകൾ ചൊല്ലും. കഴിഞ്ഞ ദിവസവും ഒരു കുഞ്ഞ് വിളിച്ചിട്ട് പറയുക, ഈ ഒരു അവസ്ഥയിൽ നിന്ന്, എൻ്റെ ഈ ദുശീലങ്ങളിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും അശ്ലീല ചിത്രങ്ങൾ കണ്ടുപോകുന്ന ഒരവസ്ഥ, പിന്മാറാനായിട്ട്, അതിൽ നിന്ന് മാറാനായിട്ട് പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ അഗ്നി അവൻ്റെ ജീവിതത്തിൽ കടന്നു വരണം. എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 47-ാമത്തെ വചനത്തിൽ പറയുക, ഞാൻ നിന്നിൽ തീ കൊളുത്തു, നിന്നിൽ പച്ചയും ഉണങ്ങിയതുമെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. വീണ്ടും ഏശയ്യ 10:17, ഇസ്രായേലിൻ്റെ പ്രകാശമഗ്നിയായി അവൻ്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിൻ്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ച് കളയും. നീ 10 ദിവസമായി പ്രാർത്ഥിക്കുന്നു, 10 മാസമായി നീ പ്രാർത്ഥിക്കുന്നു, 10 വർഷമായി നീ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ദുശീലങ്ങൾ മാറാൻ. ഇന്ന് മുതൽ നീ പ്രാർത്ഥിക്കണം, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ എന്നെയും തൊഴണമേ എന്ന്. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ എന്നെയും തൊഴണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ അഗ്നി കടന്നു വരും. നിനക്ക് കരിയിക്കാൻ പറ്റാത്തത്, നിനക്ക് മാറ്റാൻ പറ്റാത്തത് ആത്മാവിൻ്റെ അഗ്നിയെ ദഹിപ്പിച്ച് കളയും. അതാണ് പറയുന്നത് ഹെബ്രായർക്കുള്ള പുസ്തകം 12-ാം അധ്യായം 29-ാമത്തെ വചനം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ദഹിപ്പിക്കുന്ന ഒരു ജ്വാലയാണ് പരിശുദ്ധാത്മദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ന് വരെ നീ 2 സ്റ്റെപ്പ് നടക്കാനുള്ള സ്പീഡ് നിനക്കുണ്ടായിരുന്നുള്ളെങ്കിൽ നാളെ നീ ഓടുന്നൊരു വ്യക്തിയാകും. വേഗത്തിൽ നീ ഓടും. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സമാധാനത്തിൻ്റെ കാര്യത്തിൽ, സന്തോഷത്തിൻ്റെ കാര്യത്തിൽ, കടബാധ്യതയുടെ കാര്യത്തിൽ, എല്ലാ മേഖലയിലും നിനക്കൊരു പുതിയ സമഗ്രമായ അനുഗ്രഹത്തിലേക്ക് തമ്പുരാൻ നിന്നെ കൊണ്ടുപോയി ചേർത്ത് വയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ എന്നെയും തൊഴണമേ എന്ന് പ്രാർത്ഥിക്കണം.
വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. ആത്മാവ് പ്രവർത്തിക്കാനായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം നമ്മൾ പോലും അറിയാതെ ആത്മാവിനോട് ചേരും. ആത്മാവിനോട് ചേർന്ന് കഴിയുമ്പം തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. എത്രയോ വ്യക്തികൾ വലിയ കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അത് ആത്മാവിൻ്റെ താങ്ങാനാവാത്തൊരഭിഷേകം. ഈ വലിയ അഭിഷേകം അറിഞ്ഞ എലീശ പ്രാർത്ഥിച്ചില്ല എലിയ പ്രവാചകനോട്, അങ്ങയെ എടുക്കുമ്പോൾ എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് തരണം. നമ്മളൊക്കെ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേലെ എഴുന്നള്ളി വരട്ടെ എന്ന് വൈദികൻ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കും. അത്രമേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോട്. പോരാ, ആത്മാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ എന്നെയോ തൊഴണമേ എന്ന്, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ എന്നെയോ തൊഴണമേ എന്ന്. ഈ പരിശുദ്ധാത്മാവിന് ഈശോ വാഗ്ദാനം ചെയ്തതല്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ആ വലിയ അനുഭവത്തിലേക്ക് വീണ്ടും ഈ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന മറ്റൊരു അനുഗ്രഹമാണ്. ശിശുക്കളെ പോലെയാക്കി മാറ്റും പരിശുദ്ധാത്മാവ് നമ്മളെ. വലിയ നിഷ്കളങ്കതയിലേക്ക് നമ്മളെ മാറ്റും. വെളിപ്പെടുത്തലോ തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ദർശനങ്ങൾ തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. തമ്പുരാന് ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. വളരെ പാവപ്പെട്ട വ്യക്തിയാണ്, വലിയ സമ്പത്ത് ഒന്നുമില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിങ്ങനെ വെളിപ്പെടുത്തുക ഒരു പുതിയ കാറ് സമ്മാനം കിട്ടുന്നതായിട്ട്. അപ്പോൾ അത് പറഞ്ഞൊരു പുതിയ കാറ് തമ്പുരാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആത്മാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നു സിസ്റ്ററെ ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല, കാറ് പോയിട്ട് സൈക്കിൾ മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ മാറ്റിക്കൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക ആത്മാവ് നിറയാനെന്ന്. 17-19 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറയുക, അങ്ങോട്ടൊന്ന് വരണം, എന്തിനാ പുതിയൊരു കാറ് മേടിച്ചെന്ന്. നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ നമ്മളൊന്ന് മാറ്റിക്കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുക. വലിയൊരു ബിസിനസ് കിട്ടിക്കഴിയുമ്പോൾ വലിയ ലാഭമാണ്, അതിൽ കർത്താവ് ഇടപെടും. ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് അനുഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ചേർത്ത് പിടിക്കണം പരിശുദ്ധാത്മാവിനെ. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ എന്നെ അനുഗ്രഹിക്കണേ എന്ന്. ചില കുട്ടികൾ വന്നിട്ട് പറയും, സിസ്റ്ററെ പ്രസംഗം പറയാൻ പേടിയാണെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യണമെന്നോ, ഓ പരിശുദ്ധാത്മാവേ എൻ്റെ നാവിലൊന്ന് തത്തിക്കളിക്കണം, എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് കയറി നിന്നാൽ മതി, ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. അതല്ലേ ഈശോ ശിശുരോട് പറഞ്ഞത്. ശിശുരോട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയണമെന്ന് നീ ആലോചിക്കണ്ട, ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ഈ ഒരു പരിശുദ്ധാത്മാവിനെ ഒന്ന് ചേർത്ത് പിടിക്കണം, വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് കാതിൽ മന്ത്രിക്കും. ഒരുപാട് ഇഷ്ടമുള്ളൊരു ചിത്രമുണ്ട്, അമ്മ ത്രേസ്യയുടെ ഒരു ചിത്രം. അമ്മ ത്രേസ്യയുടെ ചിത്രത്തിൽ ഇങ്ങനെയാണ്. അമ്മ ത്രേസ്യ നമുക്കറിയാം വേദപാരംഗതയാണ്, പ്രാർത്ഥനയുടെ വലിയ മധ്യസ്ഥയായ അമ്മ ത്രേസ്യ. പ്രാർത്ഥനയുടെ 7ാം പടിയിലെത്തി നിൽക്കുന്ന അമ്മ ത്രേസ്യയുടെ ചിത്രം ഇങ്ങനെയാണ് വരച്ചു വെച്ചിരിക്കുക. അമ്മ ത്രേസ്യ കയ്യിൽ ഒരു പുസ്തകം എടുത്തു വെച്ചിട്ടുണ്ട്, ഈ വലത് കയ്യിൽ ഒരു ചുരുളുമുണ്ട്. അമ്മ ത്രേസ്യ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവൻ്റെ രൂപത്തിൽ വന്നിട്ട് ഈ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവ് ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ട് എഴുതുന്ന ഒരു അമ്മ ത്രേസ്യയുടെ ചിത്രമാണ് കാണുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കൂടെ ഇരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പം നമ്മുടെ അടുത്തു വരുന്ന, നമുക്ക് സമീപസ്ഥനായ ഈ ദൈവം കൂടെയുള്ള നമ്മളെപ്പോലെ ഭാഗ്യപ്പെട്ട ഒരു ജനത ഈ ഭൂമിയിലില്ലെന്ന് നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ തമ്പുരാനെ കൂട്ടുപിടിക്കാൻ നമ്മൾ മറക്കരുത്. കാലുകളെ കലമാൻ്റെതുപോലെ അവിടുന്ന് വേഗത നൽകും. സങ്കടങ്ങളിൽ സന്തോഷിക്കാൻ പറ്റും. റോമ 5:5 പറഞ്ഞല്ലോ, പ്രത്യാശ നിരാശയിലേക്ക് നയിക്കില്ല, ആത്മാവ് എപ്പോഴും പ്രത്യാശയിലേക്ക് കൊണ്ടുപോകും, വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അന്ധകാരത്തിലെ നിധി, രഹസ്യ ധനശേഖരണം നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികൾ, ചില വസ്തുതകൾ എവിടെ ഇരിക്കുന്നുവെന്ന് പോലും ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ പോലും കാണാത്തത്, നാം കണ്ടിട്ടില്ല, മറയ്ക്കപ്പെട്ടെങ്കിൽ ആത്മാവ് അതിനതെല്ലാം വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിനെ വേണം നമുക്ക്. ആത്മാവിൻ്റെ ഈ വലിയ ശക്തി വേണം. തമാശയാണെങ്കിലും ഒരു സംഭവം ഓർക്കുകയാണ്. കൂടെ നിന്ന് ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു കമ്പ്യൂട്ടർ കേടായിട്ട് പലരും വന്ന് വിദഗ്ധരായിട്ടുള്ളവരെല്ലാം നോക്കി ഈ കമ്പ്യൂട്ടർ ഒന്ന് ഓണാക്കാനായിട്ട്. എന്നിട്ടൊന്നും ശരിയാകാത്തൊരവസ്ഥയിലാണ് ഈ കമ്പ്യൂട്ടർ. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രചോദനം വരിക, പരിശുദ്ധാത്മാവേ ഒന്ന് തൊഴണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെ ആ ലാപ്ടോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പരിശുദ്ധാത്മാവെ ഒന്ന് തൊഴണമേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത്
നമുക്ക് ചിരിക്കാൻ തോന്നും. പക്ഷേ ആ സമയത്ത് ആത്മാവിൻ്റെ അത്ഭുത ശക്തി അവിടേക്ക് കടന്നു വന്നിട്ട് അരമണിക്കൂറായിട്ട് എല്ലാവരും പരിശ്രമിച്ചിട്ടും ഓണാകാത്ത ലാപ്ടോപ്പ് അപ്പം തന്നെ ഓണാവുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നിൻ്റെ കൊച്ചു കാര്യങ്ങളിൽ പോലും ഇടപെടാനായിട്ട് പറ്റും. ഓർക്കുന്നൊരു സ്ഥലത്ത് ധ്യാനം ചെയ്യുന്ന സമയത്ത് ഒരു 80 വയസ്സുള്ള ഒരു സിസ്റ്ററാണ്, ഒരു CMC സിസ്റ്ററായിരുന്നു. സിസ്റ്റർ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. കൊച്ചേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വചനം പറയാൻ ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയെ കണ്ടപ്പോൾ ഈ അമ്മയുടെ ഇടത് കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്ന് വീണതാണ്, പ്ലാസ്റ്റർ ഇട്ടു, പക്ഷേ അതിനെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് ശരിയായിട്ടില്ല, അതിങ്ങനെ വളഞ്ഞു തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്നാൽ ഈ കൈ നേരെയാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, അതിനൊന്നും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിറയണം, വചനം നിറയണം. ആത്മാവിന് വേണ്ടി, വചനത്തിന് വേണ്ടി ദാഹിക്കുന്നൊരമ്മ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, സൗമ്യതയുടെ പരിശുദ്ധാത്മാവേ, ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുന്ന അമ്മയുടെ കയ്യെ ഒന്ന് സോഫ്റ്റാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചപ്പം ഞങ്ങൾ നോക്കി നിൽക്കുമ്പം വളഞ്ഞിരിക്കുന്ന കയ്യെ പരിശുദ്ധാത്മാവ് നേരെയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം നമുക്ക് അസാധ്യങ്ങളൊന്നുമില്ല. പരിശുദ്ധാത്മാവ് തൊട്ട് കഴിയുമ്പോൾ അവിടെ വലിയ അനുഗ്രഹമാണ്. വഴികളൊക്കെ, തടസ്സങ്ങളൊക്കെ മാറുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം, ഞാൻ നിനക്ക് മുമ്പേ പോകും, മലകൾ നിരപ്പാക്കും, ഇരുമ്പോടാമ്പൽ ഒടിക്കും, പിച്ചള വാതിലുകൾ തകർക്കും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ കാണുന്നൊരു ചിത്രമുണ്ട്. ജീവിതത്തിലെ തടസ്സങ്ങളെ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുമ്പം കാണുന്നൊരു ചിത്രമാണ് വലിയൊരു ബുൾഡോസർ വന്നിട്ട് വലിയ മലകളും മതിലുകളും ഒക്കെ ഇടിച്ചു തകർക്കുന്നത്. ആ ബുൾഡോസറിനെ ഞാൻ മനസ്സിൽ ചിന്തിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിട്ടാണ്. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അന്ന് വരെ നടക്കാത്ത, അന്ന് വരെ തടസ്സപ്പെട്ട് കിടക്കുന്ന വിവാഹങ്ങൾ, അന്ന് വരെ നടക്കാത്ത പല കാര്യങ്ങൾ, ബിസിനസ്സുകൾ ഒക്കെ തമ്പുരാൻ ഇടപെടുന്ന കാണുകയാണ്. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അത്ഭുത ശക്തിയാണ്. നമുക്ക് മാറ്റാനാവാത്തതിനെ മാറ്റുന്നൊരു പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് അസാധ്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ആത്മാവിനെ കൂട്ടിപ്പിടിക്കണം. അവൻ സുവിശേഷത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ, നമ്മുടെ പ്രവാചകരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ, വെളിപ്പെടുത്തലുകൾ തരുന്ന പരിശുദ്ധാത്മാവ, കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ, കവിത ചൊല്ലി പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ. എത്രയോ വ്യക്തികൾ പറയുന്നു പാട്ട് പാടാൻ പോലും സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്നലെ വരെ പാടാൻ അറിയില്ലാത്ത വ്യക്തിയിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുമ്പം പാട്ട് പാടാൻ പോലും സഹായിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന് അസാധ്യമായി ഒന്നുമില്ല. അത്രമാത്രം നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ. നിൻ്റെ കുഞ്ഞ് പഠിക്കുന്നില്ലേ, നീ അവൻ്റെ തലയിലേക്ക് കൈകൾ വെച്ചിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ, ജ്ഞാനത്തിൻ്റെ നിറവ് ഇവന് കൊടുക്കണേ എന്ന് ഒരപ്പനും ഒരമ്മയും വിശ്വാസത്തോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ അത്ഭുതമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ ഇന്നു മുതൽ നമ്മുടെ കൂടെ പിടിക്കാം. എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥിക്കാം, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ, എന്നെ ഒന്ന് തൊഴണമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിനെ നിറവ് നമുക്കുണ്ടാവട്ടെ. നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കൈകൾ കൂട്ടിപ്പിടിക്കാം. ഓ പൊന്നു പരിശുദ്ധാത്മാവെ, ഞങ്ങളെയെല്ലാം തൊഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ നിറവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത വഴികളിൽ, മാറ്റാനാവാത്ത മേഖലകളിൽ, തടസ്സങ്ങളിലൊക്കെ നിൻ്റെ അത്ഭുത ശക്തി, ദൈവിക ശക്തി തരണം. എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് തകർച്ചകളുണ്ടെങ്കിൽ, ഷേപ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പുതിയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, അവിടുന്ന് വലിയ ചൈതന്യമായി, സ്നേഹമായി, ശക്തിയായി, അഗ്നിയായി ഇറങ്ങി വരണം. ഞങ്ങളെ എല്ലാവരെയും ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് നിറയ്ക്കണം. നിരാശകൾ എടുത്തു മാറ്റി പ്രത്യാശയുള്ളവരാക്കി മാറ്റണം. ആത്മാവിൻ്റെ മഴ ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ സ്തുതിയും മഹത്വവും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.